വീഡിയോയുടെ അവസാനം ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അവസാനം വരെ ആരും കാണാത്ത കാരണമാണ് ഞാനിത് ഫസ്റ്റ് തന്നെ ഇടുന്നത്. ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഒരു 11 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് ഇടണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. ഇത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. മോൻ കടിച്ചിട്ട് ബീഡ്സൊക്കെ പൊട്ടിച്ച കാരണം ഞാൻ റീവർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്ലേറ്റിൽ കിടക്കുന്ന ചെറിയ ബീഡ്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ചെറിയ സീക്വൻസും. ഇതിൻ്റെ മേലെ കാണുന്ന ആ ഒരു സീക്വൻസിൻ്റെ വർക്ക് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. എനിക്ക് അത്ര താല്പര്യമായില്ല. അപ്പം ഇതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. സെൻറ്ററിലൊരു ഷുഗർ ബീഡ് വെച്ചിട്ട് പിന്നെ ഒരു ഫ്ലവർ വരുന്ന രീതിക്കാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സീക്വൻസ് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു ഷുഗർ ബീഡിൻ്റെ കുറച്ച് മേലേക്കായിട്ട് നിന്നിട്ട് ആ ഒരു സീക്വൻസിൻ്റെ വട്ടം കറക്റ്റായിട്ട് പോണ രീതിക്ക് വേണം നമ്മൾ സൂചി കുത്താനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ആ സീക്വൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് ഇറങ്ങിയിട്ട് നിൽക്കും. അപ്പോൾ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആ ഒരു സീക്വൻസിൻ്റെ വലിപ്പം നോക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം നമ്മൾ ചില സ്ഥലത്ത് ഇതിങ്ങനെ ഒരു ഹാഫ് ഫ്ലവർ പോലെയും ചെയ്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു സീക്വൻസ് എടുത്തിട്ട് ആൻറ്റിക്കിൻ്റെ ചെറിയ സീക്വൻസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴും ആൻറ്റിക് കളർ ബ്ലാക്കും ആയിട്ട് നോക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു സീക്വൻസും അതിൽ തന്നെ ആ ഒരു ചെറിയ മൈക്രോ കട്ട് ബീറ്റുമാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ അടുത്ത സീക്വൻസ് ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വേണം അടുത്തത് കുത്താനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ കറക്റ്റ് സർക്കിൾ നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് ഇറങ്ങിയിട്ട് നിൽക്കണ കാരണം ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ആ ഒരു കറക്റ്റ് റൗണ്ടുള്ള പൂ പോലെ അങ്ങോട്ട് വരുള്ളൂ. ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട്. ഞാനിതിപ്പോൾ ഒരു വെൽവെറ്റിൻ്റെ ഫാബ്രിക്കിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഉള്ളത്. ചെസ്റ്റ് പോർഷൻ നെറ്റും ആ ഒരു രീതിക്കാണിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അങ്ങനെ വല്ലതൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനിയില്ലാതും ഈ വീഡിയോ കാണുന്ന പോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ബൊട്ടീക്കിലൊന്നും പോവാത്ത രീതിക്കുള്ള ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മളെ ഫ്ലവേഴ്സൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സീക്വൻസ് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ത്രെഡൊക്കെ വരുന്ന കാരണം നെറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്കൊക്കെ കാണും. അതുകൊണ്ട് തന്നെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കും. പിന്നെ സീക്വൻസ് ആയ കാരണം അത് പെട്ടെന്ന് പോകുന്നില്ല. പിന്നെ അതിൻ്റെ ആ ചെറിയ ഓട്ടയിൽ ഞാനൊരു ചെറിയ സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റോൺ തന്നെയാണ് സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല കാരണം അത്രയും ചെറിയ സ്റ്റോണാണ്. പക്ഷെ നമ്മൾ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു സ്റ്റോൺ നല്ലൊരു തിളക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്കൊരു ഫീഡ്ബാക്ക് പറയണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.